എല്ലാവർക്കും നമസ്കാരം. ഇനി ഇന്നത്തെ ഭാഗം നോക്കാം. യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാവിധി സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ട് അർജുനൻ അതീവ ദുഃഖിതനായി ഇങ്ങനെ പറയുന്നു: ഇതെന്തൊരു കഷ്ടമാണ് മാധവ. രാജ്യസുഖലോഭത്താൽ സ്വജനങ്ങളെ വധിക്കുവാൻ ഉദ്യമിക്കുന്ന ഞങ്ങൾ എത്ര വലിയ പാപമാണ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. എതിർക്കാത്തവനും ആയുധമെടുക്കാത്തവനുമായ എന്നെ ആയുധം കയ്യിലെടുത്തിരിക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാർ യുദ്ധത്തിൽ വധിക്കുന്നുവെങ്കിൽ പോലും എനിക്കത് കൂടുതൽ ക്ഷേമകരമായി ഭവിക്കും എന്ന് പറഞ്ഞ് യുദ്ധരംഗത്ത് വ്യസനം കൊണ്ട് കലങ്ങിയ മനസ്സോടുകൂടി അർജുനൻ തൻ്റെ അമ്പും വില്ലും താഴെയിട്ട് തേരിൻ്റെ പിൻഭാഗത്തിരുന്നു. മലയാള പരിഭാഷ: എന്തൊരു കഷ്ടമീ രാജ്യത്തെ മോഹിച്ചു തൻ ബന്ധുപുത്ര കളത്രാദി സർവരെയും അന്തകൻ തന്നെ നാട്ടിലേക്കാക്കുവാനായിട്ടൊരുമ്പെട്ടു പോന്നിതോ നമ്മളും. പ്രതികാരമില്ലാതെ ആയുധമേന്താതെ ഇരുസേനാ മധ്യേ വിഷണ്ണനായി നിൽക്കുന്നോരെന്നെ എൻ സോദരർ യുദ്ധേ വധിക്കുകയിലെത്രയും പഥ്യമാ. പ്രതികാരമില്ലാതെ ആയുധമേന്താതെ ഇരുസേനാ മധ്യേ വിഷണ്ണനായി നിൽക്കുന്നോരെന്നെ എൻ സോദരർ യുദ്ധേ വധിക്കുകയിലെത്രയും പഥ്യമായി തീരും എനിക്കതും. ഇപ്രകാരം തൻ്റെ സാരഥി തന്നോട് കേണു വിലപിച്ച പാർത്ഥൻ അവനുടെ അമ്പു കുലച്ചതാം വില്ലും ഉപേക്ഷിച്ചു തേരതിൽ ദുഃഖിച്ചിരിക്കുന്ന കാൺക നീ. കൃഷ്ണം ശരണം ഗച്ഛാമി. ജീവിതത്തിലെ കീറാമുട്ടി പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പോംവഴിയാണ് ശരണാഗതി. മനസ്സ വാച കർമ്മണ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ ശരണം പ്രാപിക്കുക. അങ്ങനെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ ശുദ്ധീകരണം സാധിച്ചാൽ ശ്രീകൃഷ്ണ കൃപയാൽ ശാശ്വതമായ ശാന്തിയും സനാതനമായ പരമപദവും കൈവരും. സർവം കൃഷ്ണാർപ്പണമസ്തു. അങ്ങനെ അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഇനി നാളെ